ഡ്യൂട്ടി ഡോക്ടറോട് MLA മോശമായി പെരുമാറിയെന്നാരോപിച്ച് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സമരം. മനോജ് മൂത്തേടൻ MLA മോശമായി പെരുമാറിയെന്നാരോപിച്ച് OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ്. മൃതദേഹം ഫ്രീസറിൽ വെക്കുന്നതിനെ ചൊല്ലി MLAയും ഡ്യൂട്ടി ഡോക്ടറും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. വീട്ടിൽ മരിച്ച ഒരാളുടെ മൃതദേഹം ഫ്രീസറിൽ വെക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടതെന്ന് മനോജ് മൂത്തേടൻ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഡ്യൂട്ടി എടുക്കുകയും ഡ്യൂട്ടിയിൽ ഇരിക്കവേ MLA വന്ന് ഡെഡ് ബോഡി ഫ്രീസറിൽ വെക്കണം, മെമ്പറിന്റെ ലെറ്റർ ഉണ്ട് പറയുകയും ചെയ്തു. തുടർന്ന് ഞാൻ പ്രോട്ടോക്കോളുകളെല്ലാം അദ്ദേഹത്തോട് വ്യക്തമാക്കിയതാണ്. വീട്ടിൽ സ്വാഭാവിക മരണമായിട്ട് വരണ ഡെഡ് ബോഡിക്ക് നമ്മൾ പോലീസിന്റെ NOC വേണമെന്നും അല്ലാത്ത പക്ഷം ഞാൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് പോലീസിന് ഇന്റിമേഷൻ നൽകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇത് രണ്ടും MLA കേൾക്കാൻ തയ്യാറാവാതെ എന്നോട് നിർബന്ധിതയായി മെമ്പറിന്റെ ലെറ്റർ കൊണ്ട് മാത്രം ഫ്രീസറിലേക്ക് വെക്കണമെന്ന് നിർബന്ധിച്ചു. ഒരു CM മാത്രമാണ് ഉച്ചരിഞ്ഞ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഡ്യൂട്ടിയിലുള്ളത്. ആ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള OP കേസുകൾ നോക്കണം, അടിയന്തരമായി വരുന്ന കേസുകൾ നോക്കണം, അതിൻ്റെ ഒപ്പം പോലീസ് കൊണ്ടുവരുന്ന കേസുകൾ, മുറിവുമായി ആക്സിഡന്റായി വരുന്ന മെഡിക്കൽ ലീഗൽ കേസുകൾ, മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നതിന്റെ പേരിൽ വരുന്ന ഡ്രങ്കൺനെസ് സർട്ടിഫിക്കറ്റ്, ഈ ഓരോ സർട്ടിഫിക്കറ്റും കൃത്യമായി എഴുതാൻ ഈ ഡോക്ടർമാർ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും പിശകുണ്ടായാൽ കോടതിയിൽ പോകുമ്പോൾ അവിടെ നമ്മൾ നിർത്തിപ്പൊരിക്കും. NK ഷുക്കൂർ വിശദാംശങ്ങളുമായി. ഷുക്കൂർ, മനോജ് മൂത്തേടൻ MLAയുടെ വിഷയത്തിൽ ഇടപെടലിൽ എന്ത് പ്രശ്നമാണിപ്പോൾ ഡ്യൂട്ടി ഡോക്ടറടക്കം ഉന്നയിക്കുന്നത്? ഈ ബന്ധുക്കളുടെ ആവശ്യപ്രകാരമായിരുന്നു MLAയുടെ ഇടപെടൽ? സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസം കൂവപ്പടി ചെട്ടിനര സ്വദേശിയായ ഒരാൾ മരിച്ചിരുന്നു. ഇത് അവരുടെ വീട്ടിലാണ് അവരുടെ മരണം നടന്നത്. ഈ മൃതദേഹം ഈ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് MLAയും ഏതാനും പേരും എത്തി. എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഏത് ആശുപത്രിയിൽ വെച്ചാണ് ഇവർ മരിച്ചത്, ആ ഡോക്ടറുടെ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു കത്തോ വേണം, അല്ലെങ്കിൽ പോലീസിന്റെ നിർദ്ദേശം വേണം. അല്ലാത്ത പക്ഷം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ ഒരു പുറത്തു നിന്നുള്ള ഒരു മൃതദേഹം സൂക്ഷിക്കാൻ കഴിയില്ല, ഫ്രീസറിൽ സൂക്ഷിക്കാൻ കഴിയില്ല എന്നവർ അറിയിച്ചു. എന്നാൽ MLAയും ഒപ്പമുള്ളവരും അതിന് വഴങ്ങാൻ തയ്യാറായില്ല. ഒരു വാർഡ് മെമ്പറുടെ കത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും താലൂക്ക് ആശുപത്രിയിലെ ഫ്രീസറിൽ ഈ മൃതദേഹം സൂക്ഷിച്ചേ പറ്റൂ എന്നൊരു വാശിയിൽ അദ്ദേഹം നിലയുറപ്പിച്ചു. പിന്നീട് മുതിർന്ന ഉദ്യോഗസ്ഥരും മറ്റും എത്തി നിർബന്ധിച്ച് അവിടെ തന്നെ ഫ്രീസറിൽ ഈ മൃതദേഹം സൂക്ഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് എല്ലാ പ്രോട്ടോക്കോളുകളുടെയും ലംഘനമാണ് എന്നാണ് ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും അതുപോലെ തന്നെ ജീവനക്കാരും പറയുന്നത്. സമാനമായ രീതിയിൽ നേരത്തെയും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു പരാതിയും അവർ മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് MLAയുടെ ഈ നടപടിക്കെതിരെ അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏതാണ്ട് 1000-ഓളം പേർ ദിവസവും ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. ഈ ആശുപത്രിയിലെ ജോലി ചെയ്യാൻ തയ്യാറാവാതെ ഡ്യൂട്ടി ഉപേക്ഷിച്ച് ജീവനക്കാരും അതുപോലെ തന്നെ ഡോക്ടർമാരും ഡ്യൂട്ടി ബഹിഷ്കരിച്ച് ഇപ്പോൾ സമരത്തിലാണ്. അവരുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഒരുപക്ഷെ മനോജ് മൂത്തേടൻ MLA ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഇടപെടൽ എന്ന രീതിയിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. എന്തായാലും ഇത് ആശുപത്രി പ്രോട്ടോക്കോളിന്റെ ലംഘനമാണ് എന്നൊരു നിലപാടിൽ ഡോക്ടർമാരും ജീവനക്കാരും ഉറച്ചു നിൽക്കുകയാണ്.